ഞാൻ ബിഷപ്പ് ഹൗസിൽ അറിയിക്കാം. ഏതായി കുട്ടി? ആൻഡ്രിയ. ഇവിടെ വളർന്ന കുട്ടിയവള്. 2.5 മാസം പ്രായമുള്ളപ്പോ മാർക്കറ്റിലെ കടത്തിന്ന് കിട്ടിയതാ അവളെ. പാവം. നമ്മുടെ സ്കൂളിൽ തന്നെയാ പഠിപ്പിക്കുന്നേ. കിട്ടുന്നത് മുഴുവൻ അവളെ കുട്ടികൾക്ക് വേണ്ടി ചെലവാക്കും. അവർക്കില്ലാത്ത സ്വപ്നങ്ങൾ എനിക്കും വേണ്ടെന്ന് അവൾ പറയുന്നേ. മാസത്തിലാണ് ആരും അവളെ വലിച്ചെറിഞ്ഞത്. എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ കുട്ടികൾക്ക് അവളോടുള്ള സ്നേഹം കാണണം. അവർക്ക് വേണ്ടി അവൾ ജീവിക്കുന്നത്. സത്യം പറയും, അനക്കോളോട് പ്രേമ? അവളെന്റെ സബ്ജക്റ്റ് അല്ലേ? ഓഹോ, ഇതിന്റെ ഇടയിൽ കൂടി അതും നടക്കണ്ടില്ലേ? പറയടോ. അങ്ങനെയല്ലടാ. എങ്ങനെയല്ലാന്ന്? ഞങ്ങൾ ഫോളോ ചെയ്യുന്നവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന പേരാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റുമായിട്ട് യാതൊരുവിധ റിലേഷൻഷിപ്പും പാടില്ല. അതാണ് കമ്പനി റൂൾ. നല്ല കമ്പനി. ഞങ്ങളുടെ നാട്ടിലൊരു നാനോട്ടുണ്ടായിരുന്നു. ആണുങ്ങളെ പെണ്ണുങ്ങളെ വഴിയാതെ നടത്തല മൂപ്പരെ പണി. മൂപ്പർക്ക് ഓഫീസും ഇല്ല, ബോസും ഇല്ല. പക്ഷെ മാമ നാനോട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. മാമയാണെന്നല്ല ഞാൻ പറഞ്ഞു. നാളെ മുതൽ അവളെ ഫോളോ ചെയ്യണം. എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം. പ്രേമാണെങ്കിൽ അത് പറയും മോനെ. എടാ ഇല്ലാന്ന് പറഞ്ഞില്ല. എനിക്ക് എൻ്റെ ജോലിയാണ് പ്രധാനം. അപ്പം ആ സബ്ജക്റ്റിനോട് എനിക്ക് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊന്ന് പഠിക്കട്ടെ. പരീക്ഷ എഴുതി പാസ്സാവാം. കള്ള എന്റെ മനസ്സറിയാൻ വേണ്ടി ഞാൻ നമ്പർ ഇട്ടല്ല മോനെ. അനക്കോൾ അത്രയ്ക്ക് ഇഷ്ട. ഇന്ന് അപ്പിനുമ്പോളോളെ വിടാതെ ഫോളോ ചെയ്യും. ഓക്കെ. ഇത്ര എളുപ്പമല്ല ഈ സി ഡി പണി. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ ഇത് എത്ര കാലം തുടങ്ങിയിട്ട് കാണില്ലല്ലോ. ഇതെങ്ങോട്ട് പോയി? പർച്ചേസിന് പോയി കാണോ? എന്താ എന്താ സുഖം അല്ലേ നിങ്ങൾക്കോ? താൻ എന്തിനാ എന്റെ പുറകെ നടക്കുന്നേ? മര്യാദയ്ക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ CID-നെയും ഈ അസിസ്റ്റന്റിനെയും ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. അസിസ്റ്റന്റോ? സേതുറാമയ്യ കുട്ടിയാണ് അവന്റെ തലക്കടിച്ച്. അതെ. കുറ്റ സമ്മതിച്ചോണ്ട് ഞാൻ കാര്യം തുറന്നു പറയാം. ആ അടിവനെ തലക്കി പിടിച്ച് തലക്ക് ഭ്രാന്തായി. ഇന്നലെ രാത്രി കിടത്തി ഉറക്കിയില്ല. എനിക്കിപ്പോ ആൻഡ്രിയെ കാണണം, I love you അങ്ങനെ എന്തോ 2 വാക്ക് പറയണമെന്നൊക്കെ പറഞ്ഞു.